ഈ അച്ചാറിനകത്ത് പ്രോബയോട്ടിക്സ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഇത് ദഹനശക്തി മെച്ചപ്പെടുത്തുന്നതിനും ശരീരഭാരം കുറയ്ക്കാനും ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി കൂട്ടാനും വളരെ നല്ലതാണ്. ഇത് കഴിക്കുമ്പോൾ മിതമായിട്ട് കഴിക്കണം, അല്ലെങ്കിൽ അസിഡിറ്റിക്ക് കാരണമാകും. ഹലോ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്നത്തെ സ്പെഷ്യൽ ഒരു ക്യാരറ്റ് അച്ചാറാണ്. വീട്ടിൽ നമുക്ക് നാരങ്ങയും മാങ്ങയും ഒന്നും ഇല്ലാത്ത സമയത്ത് ക്യാരറ്റ് ഇരിപ്പുണ്ടെങ്കിൽ അത് വെച്ച് നമുക്ക് സിമ്പിളായിട്ടുള്ളൊരു അച്ചാർ വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. ക്യാരറ്റ് അച്ചാർ തയ്യാറാക്കാൻ ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം. 4 ക്യാരറ്റ് നീളത്തിൽ അരിഞ്ഞെടുത്തത്, വെളുത്തുള്ളി ഒരു 6 എണ്ണം, വെള്ളം 1 കപ്പ്, വിനാഗിരി 1 കപ്പ്, പഞ്ചസാര 2 ടേബിൾ സ്പൂൺ, ഉപ്പ് 1 ടേബിൾ സ്പൂൺ. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് വേണ്ടത് കുരുമുളക് 1 ടീസ്പൂൺ, മല്ലി 1 ടീസ്പൂൺ, കടുക് 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ. അച്ചാർ തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് വിനാഗിരി ചേർത്ത് കൊടുക്കാം. ഇതിന് സമമായിട്ട് തന്നെ 1 കപ്പ് വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി എടുത്തു വച്ചിരിക്കുന്ന സ്പൈസസ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ മല്ലി, 1 ടീസ്പൂൺ കുരുമുളക്, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ. ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ വിനാഗിരി, ഉപ്പും പഞ്ചസാരയും ചേർത്ത വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിങ്ങനെ നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് തീ ഓഫ് ചെയ്ത് തണുക്കാൻ വേണ്ടി വെക്കാം. നമുക്കിങ്ങനെ വെള്ളമൊന്നും ഇല്ലാത്ത ഒരു ക്ലീൻ ജാറിലേക്ക് ക്യാരറ്റ് ഇങ്ങനെ കുറേശ്ശെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി 6 വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ക്യാരറ്റിലേക്ക് തിളപ്പിച്ചാറ്റിയ ചെറു ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. അതായത് സ്പൈസസ് ഒക്കെ ഇട്ട് നമ്മളിപ്പോൾ ഉണ്ടാക്കിയ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ജാർ അടച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോഴത്തേക്കും ഈ സ്പൈസസും വിനാഗിരിയൊക്കെ ഈ ക്യാരറ്റ് നന്നായിട്ട് പിടിച്ച് കിട്ടും. എന്നിട്ട് നമുക്കിതൊരു 12 മണിക്കൂർ വെക്കുക. അപ്പോഴത്തേനും ഇത് നന്നായിട്ട് ഈ സ്പൈസസ് ഒക്കെ ഇതിനകത്ത് നന്നായിട്ട് പിടിച്ച് കിട്ടും. നമുക്ക് 12 മണിക്കൂറിന് ശേഷം ഇത് ഉപയോഗിക്കാവുന്നതാണ്. 12 മണിക്കൂറിന് ശേഷം നമ്മുടെ അച്ചാറിൻ്റെ റിസൾട്ട് എന്താണെന്ന് നോക്കണ്ടേ? ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അച്ചാറിൻ്റെ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇത് ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയാണെന്ന് പറയാവേ. നല്ല സൂപ്പറാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. നമ്മുടെ നാട്ടിലൊക്കെ നെല്ലിക്കയൊക്കെ ഉപ്പിലിട്ടിങ്ങനെ കഴിക്കുകയല്ലേ, അതുപോലെ ഒരു ഫീലാണ് ഇപ്പോൾ ഇത് കഴിക്കുമ്പോൾ എനിക്ക് തോന്നിയത്.